ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ മൂന്നാമത്തെ എപ്പിസോഡിൽ മൂന്നാം ദിവസം തന്നെ 4 കണ്ടസ്റ്റൻസ് ആണ് എവിക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിക്റ്റ് ആയവരെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തവരെ തന്നെയാണ്. വേറെയും കണ്ടസ്റ്റൻസ് ഉണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് 4 പേരെ ഈ ഒരു മൂന്നാമത്തെ ദിവസം എവിക്റ്റ് ചെയ്തത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇവരവിടെ വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവരും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് കൂടുതൽ വളച്ചു നീട്ടലുകളില്ലാതെ ആരൊക്കെയാണ് മൂന്നാമത്തെ ദിവസം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള അഗ്നിപരീക്ഷ റൗണ്ടിൽ പുറത്തായിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളുടെ ടാസ്കിന് ശേഷം ഇന്ന് മൂന്നാമത്തെ ദിവസം 40 കണ്ടസ്റ്റൻസിനെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഒരു എവിക്ഷൻ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ഗ്രൂപ്പ് വൈസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും മോശം പ്രകടനം നടത്തിയ ആൾക്കാരെ ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മോശം പ്രകടനം നടത്തിയ 10 ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ നിന്ന് 4 പേരെയാണ് ഈ ഒരു ആഴ്ച പുറത്താക്കിയിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് പുറത്തായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബിജു, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ബിജു എവിക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാധ്യ 18 വയസ്സിന്റെ ഉള്ള ഒരു യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അഗ്നിപരീക്ഷയിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സൂംബ ഡാൻസർ ആയിട്ടുള്ള നിതിൻ ദാസ്, അതുപോലെ തന്നെ റാഷ, ഇവര് 4 പേരാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള അഗ്നിപരീക്ഷ റൗണ്ടിൽ മൂന്നാമത്തെ ദിവസം പുറത്തായിരിക്കുന്ന 4 കണ്ടസ്റ്റൻസ്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ പറയുക, കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡുകളും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം, അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡും കണ്ടതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്, എവിക്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്, അതുപോലെ തന്നെ എവിക്റ്റ് ആകേണ്ട കണ്ടസ്റ്റൻസ് തന്നെയാണോ എവിക്റ്റ് ആയിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.